പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയ യുവതിയുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് മാതൃക കാട്ടാൻ സർക്കാർ തയ്യാറാകണമെന്നും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ധാരിമി. പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയ യുവതിയുടെ വീട്ടിൽ പരാതി അന്വേഷിക്കാൻ എന്ന പേരിൽ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മാതൃക കാട്ടാൻ സർക്കാർ തയ്യാറാകണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ധാരിമി പറഞ്ഞു. PDP പൊന്നാനി മണ്ഡലം കമ്മിറ്റി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ സംരക്ഷകരാവേണ്ട പോലീസുകാരിൽ നിന്ന് തന്നെ സംഹാരകർത്താക്കളാവുന്ന നെറികെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി വാർത്തയുടെ യാഥാർത്ഥ്യം പുറത്തു വരുന്ന നിരക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സസ്പെൻഡിൽ നിന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നീതി പുലർത്താനാണ് ഭരണകൂടം തയ്യാറാവേണ്ടത്. ഇന്ന് ആരോപണ വിധേയനായ CI ഒരു മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിക്കൊണ്ട് പറഞ്ഞത് വിനോദ് അദ്ദേഹം CI മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ്. ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറയുന്ന CI ആലോചിക്കേണ്ടത് ഇതേ വിഷയത്തിൽ ആരോപണ വിധേയനായ മുൻ SP-യുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് സംസാരിക്കുക? മലപ്പുറം ജില്ലയുടെ SP ആയ കാലഘട്ടത്തിൽ ആ തോന്നിവാസി കാണിക്കൂട്ടിയ തോന്നിവാസങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് നാം ചോദിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട CI ഒന്ന് മറുപടി പറയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയുടെ ചുരുളരികയാണ് ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ. ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി, സംസ്ഥാന കൗൺസിൽ അംഗം AA അഹമ്മദ് കബീർ, മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ പുതുപൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മുനിസിപ്പൽ പഞ്ചായത്ത് നേതാക്കളായ അബ്ദുൾ റഹ്മാൻ, TV കുഞ്ഞു മുഹമ്മദ്, അക്ബർ ചുങ്കത്ത്, ആദിൽ പൊന്നാനി, ബദറു കാപ്പിരിക്കാട്, ഹമീദ് വെളിയംകോട്, ഫാസിൽ, സൈനുദ്ദീൻ പുറങ്ങ എന്നിവർ നേതൃത്വം നൽകി. PGTV ന്യൂസ് പൊന്നാനി.